അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ കാലത്തും പഠിക്കണ ഖുറാന് ഹദീസ്, അതുകൊണ്ട് ഇസ്ലാമികപരമായുള്ള പ്രാധാന്യം എന്താ? അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരമുള്ളത്? മാഷാ അല്ലാ, നല്ലൊരു ചോദ്യമാണത്. പലർക്കും പലരും ഈ ചോദ്യം ചോദിക്കുന്നില്ല, അത് അറിയണില്ല എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത്. അതൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്: മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അതായത് അതിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആര് ഇൽമ തേടി ഒരു വഴിയിൽ ഇറങ്ങണം, അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്ന. നമ്മളൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യബോധം എന്നുള്ളത് സ്വർഗമാണ്. എല്ലാവരും ആഗ്രഹവും അതാണല്ലോ. ആ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്ന വെച്ചാൽ, എങ്ങനെയെന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു കോഴിക്കോട്ടേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും സ്ഥലം വരെ പോകണം. നമ്മളെന്ത് ചെയ്യുക? ഗൂഗിൾ മാപ്പ് എടുക്കുന്നു, ഏറ്റവും നല്ല റൂട്ട് ഏതാന്ന് നോക്കുന്നു, മാത്രമല്ല ഏറ്റവും എളുപ്പവഴി ഏതാന്ന് നോക്കുന്നു. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പോവാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിലേക്ക് അത് എളുപ്പവഴി ഇങ്ങനെയാണെന്ന് പടച്ചവൻ പറഞ്ഞു തരാണ്. അത് അറിവ് നേടുന്നവർക്ക് എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. മാത്രവുമല്ല, മറ്റൊരു ഹദീസ് ഉണ്ട്: മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി. ആ ഹദീസിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഹദീസ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു അറിവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഖുർആനിൽ ഇങ്ങനെ ഒരു അറിവുണ്ട്, അത് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മുഖേന ആ വ്യക്തി ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അവൻക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ഈ പറഞ്ഞു കൊടുത്ത് എനിക്കും കിട്ടുന്ന. ഇത്ര നല്ലൊരു വിദ്യ എവിടെ ഉണ്ടാവുക? ഇത്ര നല്ലൊരു അജ്ർ. അത് ഇത്രത്തോളം മഹത്വമേറിയ ഒരു സംഭവമാണ് ഇൽമ് തേടുക എന്നുള്ളത് ഇസ്ലാമിൽ. മാത്രമല്ല, നമുക്ക് അത്രയും കൂലി ലഭിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കിട്ടും. മാത്രമല്ല, മറ്റുള്ളവർക്കുള്ള അതേ കൂലി നമുക്കും ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനത്ര വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. അതാണ് ഇതിനോട് പറയാനുള്ളത്.